എനിക്ക് തോന്നുന്നു അപ്പൊ സെറ്റിൽ വന്ന സമയത്ത് പുള്ളി നോട്ട് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ എങ്ങനെ കൊള്ളാമല്ലോ എന്നുവെച്ചാ അവന് തോന്നിണ്ടാവും സൂറത്ത് ചെയ്യാൻ പറ്റും തോന്നിണ്ടാവുമായിരിക്കും. ഞാൻ ആദ്യം ഇങ്ങനെ ഒരു പേടി ഒരു ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചെങ്കിലും പറഞ്ഞാതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മൾ ചെയ്തു അതൊക്കെ ഉണ്ടാവും. ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മളോട് പറയുമ്പോ ആയിക്കോട്ടെ. സീരീസ് കഴിഞ്ഞിട്ട് എത്ര കഴിഞ്ഞിട്ടായിരുന്നു ഈ ഫെമിനിസ്റ്റയുടെ ഷൂട്ട്? അധികം കഴിഞ്ഞിട്ടില്ല, സീരീസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഡിലേ വന്ന് അവൻ ഈ ഫാസിലി തിരക്കൊക്കെ ആയതുകൊണ്ട് ഒന്ന് നിർത്തിവെച്ചതാണ്. അതിന്റെ കൂടെ തന്നെ ഇത് നടക്കണ്ടായിരുന്നു, കൂടെ തന്നെ ഈ സിനിമ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ട്യൂഷൻ വീടിന്റെ അത് കഴിഞ്ഞു, ഒരു ഗ്യാപ്പ് ഇടും, ഒരു സീസൺ ആയിട്ടാണ് വെബ് സീരീസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു ഗ്യാപ്പില് ഫെമിനിച്ചിയുടെ സെറ്റ് എനിക്ക് തോന്നുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഭയങ്കര റിലാക്സ് ആയിരുന്നു, ഭയങ്കര കംഫർട്ട് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് സിനിമ. അപ്പൊ അത് ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ടാണ്. അപ്പോ ഫാസിലിന്റെ അടുത്ത് പറഞ്ഞു മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഷംല, ഹംസ, കുമാർ, സുനിൽ. അപ്പൊ എനിക്ക് ഈ രണ്ടുപേരും എനിക്ക് അറിയില്ല. അപ്പൊ അവ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ കുറെ സിനിമകൾ ചെയ്തതാണ്, ഷംലയാണെങ്കിൽ ഇങ്ങനെ ചെയ്തതാണ്. അപ്പൊ എനിക്ക് പേടിയായത് അവരുടെ കൂടെ അല്ലേ, അപ്പൊ എന്നെ കൊണ്ട് പറ്റുമോ ഫാസിലെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു ചെയ്യാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല, എനിക്ക് പേടിയാണ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഫാസിൽ പറയണ പോലെ ചെയ്താൽ മതി, ട്യൂഷൻ വീട് എങ്ങനെയാണോ ചെയ്ത് അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്ന് പിന്നെ 2 ദിവസം ആവുമ്പോഴേക്കിനും ഷംലി ഞാനും തമ്മിൽ ഭയങ്കര ക്ലോസ് ആയി, ഫ്രണ്ട്സായി. കുമാർജി ആണെങ്കിലും അപ്പൊ ഒക്കെ വേവ് ലെങ്ത് എന്ന് പറയുന്ന പോലെ ആയി. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, ഭയങ്കര രസമായിരുന്നു.